അസ്സലാമു അലൈക്കും ഹായോൾ എന്തൊക്കെയുണ്ട്. അപ്പോൾ നോമ്പ് എടുത്തിട്ട് എല്ലാവർക്കും നെഞ്ചരിച്ചിൽ ആസിഡിറ്റി അങ്ങനത്തെയുള്ള പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ വീഡിയോ സ്കിപ്പാക്കണ്ട, ഫുള്ളായിട്ട് കണ്ടോ. ഈ ഒരു ചോറ് നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം നല്ല ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ ചോറിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഇറച്ചി ചോറ് തന്നെ, പക്ഷേ കുറച്ച് മസാലകളൊന്നും ഇല്ലാത്തൊരു ചോറാണേ. അപ്പോൾ ബീഫിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നിങ്ങളെ ബീഫ് വേവാനാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. ഞാൻ ആവേശത്തിൽ കുറച്ചധികം വെള്ളം കൂടിപ്പോയിനെ, അതിൻ്റെ പ്രശ്നം പിന്നെ സംഭവിച്ചിന്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സ്റ്റൗവിൽ ചോറ് വെക്കാനായിട്ട് ചെമ്പ് വെക്കുക. അതിലേക്ക് നമ്മളില്ലേ, ഞാൻ 2 ഗ്ലാസ് അരിയുടെ ചോറാണ് വെക്കുന്നത്, 1/2 കിലോ ബീഫുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഉള്ളി നൈസായി കട്ട് ചെയ്തിട്ട് നമുക്കിതിൽ നിന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ മസാലപ്പൊടികളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ രാവിലെ ആയാലുണ്ടാവുമല്ലോ, നമ്മൾ രാത്രി കഴിച്ച ഫുഡെല്ലാം ഇങ്ങനെ നെഞ്ചിലേക്ക് കയറി വരാം, അതിൻ്റെ ടേസ്റ്റ് വരാം, എന്താ പറയുക, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും ചില ആൾക്കാർക്ക്. ആസിഡിറ്റി കൂടുതലുള്ള ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. അപ്പോൾ ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിയെല്ലാം കട്ട് ചെയ്ത് സെറ്റായി വെക്കാം. 3 തക്കാളിയാണ് ഇപ്പോൾ കാണിച്ച, അതാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് അധികം എടുക്കുന്നുണ്ട്, എടുത്ത് അത് നിങ്ങളെ ഇഷ്ടം. ഞാൻ കുറച്ച് എടുത്തിന്, ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിന്, ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 2 പച്ചമുളകാണ് എടുത്തത്. അത് മിക്സ് ചെയ്തൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന് എന്നിട്ട് ഈ 3 തക്കാളിയും കൂടി മുറിച്ചങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി പോലും നമ്മൾ ചേർക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം വെള്ളം ആവേശത്തിൻ്റെ പുറത്തൊഴിച്ചിട്ട് കുക്കറിൽ നിന്നൊക്കെ 4 ഭാഗത്ത് മറിഞ്ഞ് നല്ല പണിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് വെന്തിട്ട് നമ്മൾ നല്ലപോലെ ബീഫ് സോഫ്റ്റായിട്ട് വേവണേ. നമ്മൾ ബീഫിനെ എടുത്തിട്ട് ഈ മസാലയ്ക്കിലേക്ക് ഇടുക. എന്നിട്ട് ബീഫ് വെന്ത ആ ഒരു വെള്ളം നമുക്ക് അളന്നിട്ട് ഒഴിക്കേണ്ട ആൾക്കാരാണെങ്കിലാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത്. നിങ്ങൾക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു റേഷ്യോയിലാണ് ഞാനിപ്പോൾ നേരിയ അരിയാണ് ഉപയോഗിക്കുന്നത്, അതിനെടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ വെന്ത ബീഫിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വേണം കേട്ടോ. അത് അളന്ന് നോക്കുക എത്ര ഉണ്ട്. ബാക്കി നമ്മൾ സാധാ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ ഒരു സമയത്ത് ആദ്യം നമുക്കൊന്ന് ബീഫ് ആ മസാല നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കൊരു ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം. അതിന് ചിക്കൻ ക്യൂബ് അല്ലെങ്കിൽ നമ്മുടെ മജ്ബൂസ് മസാലപ്പൊടി ഉണ്ടാവുമല്ലോ, അതൊരു ഇത്തിരി പൊടി ചേർത്താൽ മതി, കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. നമുക്ക് ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഈ ഒരു ഇതിട്ട് കൊടുക്കുന്നത്, കാരണം വേറെ മസാലയും കാര്യങ്ങളൊന്നും ചേർത്തുന്നില്ല. ഗരം മസാല ഇടുന്നില്ല, മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് ഉപ്പും കൂടി കുറച്ച് ഇട്ടിട്ട് തിളപ്പിക്കാനിട വെക്കാം. അപ്പോൾ 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് കൂടി ഇട്ടിട്ട് ഞാൻ ബീഫ് വേവിച്ച് ഇത്രയും മാത്രമേ എരിവിന് ആവശ്യമായിട്ട് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഇട്ടാൽ ഈ ചോറ് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് അല്ലേ, ഡൗട്ട് അടിക്കൂലേ? ഡൗട്ട് അടിക്കണ്ട. ഞാനിത് എൻ്റെ എളാമാൻ്റെ മോളെ തന്നാൽ ഫസ്റ്റ് കഴിച്ച ഈ ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾഡ് റെസിപ്പി ആട്ടോ, ഫാത്തിമയുടെ പ്രത്യേകം പറയുന്ന അടിപൊളി ചോറാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ആ വീട്ടിൽ പോയി ഞാൻ കഴിച്ച ടേസ്റ്റ് മനസ്സിലാക്കി. പിന്നെ ഈ നോമ്പെല്ലാം എടുക്കുമ്പോൾ എനിക്ക് ഈ എരിച്ചലും നെഞ്ചരിച്ചലും ഛർദ്ദിക്കാൻ വരുത്തും ഇങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓളത്തെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി ഫസ്റ്റ് ടൈമാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ എന്താ പറയേണ്ടത്, അന്ന് എന്താണ് ഈ ഒരു ചോറ് കഴിച്ചപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ ഞാൻ ഇറച്ചിച്ചോറ് ഉണ്ടാകുമ്പോൾ ഒരുപാട് മല്ലിപ്പൊടി, മഞ്ഞൾ, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചോറിനെ എപ്പോഴും ഞാൻ ഉണ്ടാക്കി എനിക്ക് കൺഫ്യൂഷനാകും. അത്രയും മസാലയൊന്നും ചേർക്കാണ്ട് പച്ച ചോയ്ക്കോ, ബീഫിൻ്റെ പച്ച ടേസ്റ്റ് വരുമോ, അങ്ങനെ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെയൊന്നും വേണ്ട, ട്രസ്റ്റ് മീ. എന്തായാലും നിങ്ങൾ ഈ ഒരു റംസാനിൽ ഒരു ദിവസം ഉണ്ടാക്കി നോക്ക്, നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആർക്കും അത് ഫ്ലേവർ എന്ത് ടേസ്റ്റാട്ടാ. ഇങ്ങനെയൊക്കെ നമ്മൾ വെക്കണം, എന്നാലാണ് ആ ബീഫിൻ്റെ ഫ്ലേവറെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് കുറേ മസാലപ്പൊടി ഇട്ട് ലാസ്റ്റ് മസാലപ്പൊടിയുടെ ഫ്ലേവറല്ലേ നമുക്ക് വരുന്നത്. കുറച്ച് മല്ലിയില മാത്രം തൂക്കിക്കൊടുത്തിന്, കറിവേപ്പില ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എനിക്ക് പുറത്ത് പോയിട്ട് പറിക്കാൻ മടിയുള്ളതുകൊണ്ട് ഞാൻ മറിച്ചിക്കില്ല. വേണേൽ കറിവേപ്പിലയും കൂടി നിങ്ങൾ ഇട്ട് കൊടുത്തേക്ക് ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ, ഗീയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു സമയത്ത് ഒഴിച്ച് വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറൊക്കെ തണിഞ്ഞ് ഞാൻ പിന്നെ തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് തിന്നാൻ വരുന്നത്. വേണമെങ്കിൽ സൈഡ് നല്ല അച്ചാറോ ചമ്മന്തി, സത്യം എനിക്ക് തീരെ വയ്യാത്തൊരു ദിവസമാണ്. ചമ്മന്തി പൊടിക്കാൻ തേങ്ങയൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ വെക്കുക ചെയ്തത്. പക്ഷേ ഒന്നും വേണ്ട മക്കൾ, ഈ ചോറ് അങ്ങനെ അങ്ങ് തിന്നാട്ടോ. എൻ്റെ മക്കളൊക്കെ ചോറ് അപ്പാടാണ് തിന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ പിന്നെ അച്ചാറില്ലാണ്ട് എനിക്കൊന്നും അങ്ങോട്ട് ഇറങ്ങൂല. അതുകൊണ്ട് ബീട്രൂട്ട് ക്യാരറ്റിൻ്റെ അച്ചാർ നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് അത് ഒരാൾ തന്നതാണ് ഇപ്രാവശ്യം. അങ്ങനെ അല്ലെന്ത് ഞാൻ ഇപ്രാവശ്യം റംസാനിലേക്ക് അച്ചാറിടുമോ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം നമ്മൾ പർച്ചേസിങ്ങിന് പോയി വരാൻ ലേറ്റായി, പിന്നെ വന്നപ്പോൾ കുറേ ഹെൽത്ത് ഇഷ്യൂസ് അതുകൊണ്ടൊക്കെയാണ്. ഇത്തിരി അച്ചാറും കൂട്ടി അടിപൊളി ചോറാണ്.